എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയതായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് 17 വയസ്സായി. ഈ 17 വയസ്സിൽ ഞാൻ ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളും നേപ്പാളും ഭൂട്ടാനും ഒക്കെ ഞാൻ കവർ ചെയ്ത് വീട്ടിൽ വന്നു. എൻ്റെ യാത്ര രീതി എന്ന് പറയുന്നത് പൈസ ചുരുക്കിയ രീതിയാണ്. എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. വെറും ഈ 80 ദിവസം കൊണ്ട് ഞാൻ 12 സംസ്ഥാനത്തോടെ ഞാൻ കവർ ചെയ്തത്. 80 ദിവസം കൊണ്ട് ഞാൻ ഒരു ദിവസത്തെ എനിക്ക് ചിലവ് 100-200 രൂപ ചിലവുണ്ടാവുള്ളൂ. ഞാൻ സ്റ്റേ ചെയ്തെന്നൊക്കെ പറയുന്നത് ടെൻറ്റിലൊക്കെ ആയിരുന്നു. യാത്ര ചെയ്തൊക്കെ ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെ, കൂടുതലും ലോറികളിലായിരുന്നു ഞാൻ യാത്ര ചെയ്തത്, ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെ. ഇടയ്ക്ക് മാത്രം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുള്ളായിരുന്നു. ഒരു 500-600 കിലോമീറ്ററിൻ്റെയിൽ ബസ് പോകുന്നത് സേഫ് അല്ലെങ്കിൽ മാത്രം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുള്ളായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ രാത്രി ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത് ഞാൻ അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്തതാണ്. നേപ്പാളിൽ വെച്ചിട്ട് ലോകത്തിലെ 10ാമത്തെ ഏറ്റവും ഉയരം കൂടിയ മലയിലെ ട്രക്കായിരുന്നത്. മലയല്ല കയറുന്നത്, അതിൻ്റെ അടിവാരമായ ബേസ് ക്യാമ്പിലോട്ട്. അതായത് എൻ്റെ രാത്രി ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത്. യാത്ര ചെയ്യാൻ എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ വീട്ടിലത്തെ സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച് ചെറുപ്പം തൊട്ടേ ചെറുതായ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി, കേരളവും തമിഴ്നാടും ഒക്കെ. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ ഗ്യാപ്പിൽ ഞാനൊരു 50 ദിവസം ഒരു വലിയ യാത്ര പോയി. ഏകദേശം 9 സംസ്ഥാനങ്ങളുടെ യാത്ര ചെയ്യുന്നത്. അതുപോലെ നോർത്ത് സൈഡാണ് മെയിനായിട്ട്, രാജസ്ഥാൻ, കാശ്മീർ, ഹിമാചലൊക്കെ. പിന്നെ തിരിച്ച് വീട്ടിലെത്തി +1 പഠിച്ച് +1 കഴിഞ്ഞൊരു 2 മാസം ഗ്യാപ്പിലാണ് ഞാൻ നോർത്ത് ഈസ്റ്റോടെ യാത്ര പോകുന്നത്. നോർത്ത് ഈസ്റ്റും നേപ്പാളും ഭൂട്ടാനും ഒക്കെ കവർ ചെയ്ത് വന്നത് ഈ 80 ദിവസത്തെ യാത്രയിലായിരുന്നു. എൻ്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ ഒരു ഓവർത്തുന്നൊരു ഹോം സ്റ്റേ ഉണ്ട്. ആ ഹോം സ്റ്റേയും ആ ഹോം സ്റ്റേയും ചുറ്റുപാടുകളും അവിടുത്തെ ഏട്ടന്മാരും അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 20-23 ദിവസത്തോളം എൻ്റെ യാത്ര അവിടെ തന്നെ ഞാൻ സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ മേഘാലയ പോയപ്പോൾ തന്നെ മേഘാലയ തന്നെ ഇഷ്ടം പോലെ നല്ല അടിപൊളി ഓഫ് ബീറ്റ് സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറേ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ. രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവലുണ്ട്. ചില സമയത്തൊക്കെ ഒറ്റയ്ക്ക് ആവുമ്പോഴും പേടി ഉണ്ടാവലുണ്ട്. ചില സമയങ്ങളൊക്കെ രാത്രി കിടക്കാൻ എനിക്ക് കുറേ ആൾക്കാരെ കൂടെ കിട്ടുമ്പോൾ പിന്നെ അവരുടെ ഒപ്പമായിരിക്കും എൻ്റെ കുറച്ച് ദിവസത്തേക്കുള്ള യാത്ര. സ്ഥലം കാണാനും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടാനുമാണ് ഞാൻ മെയിനായിട്ട് യാത്ര ചെയ്യുന്നത്. ഞാൻ ബാഗിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ഹിച്ച് ഹൈക്കിംഗ് പറഞ്ഞിട്ട്. ആ ബോർഡൊക്കെ കണ്ടിട്ട് തന്നെ എത്രയോ ആൾക്കാർ അടുത്തേക്ക് വന്നിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ പേര് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. ആസാമിലൊക്കെയാണ് കുറേ പേര് അവരുടെ വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ച് അവരുടെ വീട്ടിലേക്കൊക്കെ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുക, കുറേ പേര് ഫുഡൊക്കെ മേടിച്ച് തരിക. അങ്ങനെ കുറേ നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഈ വടി കണ്ടോ, ഇതിൻ്റെ എത്ര പൊക്കമുണ്ട്. ഈ വടി ഞാൻ ഈ ഒരു കുഴിയിൽ ഇടാം, കണ്ടോണേ. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ മാക്സിമം നിങ്ങൾ യാത്ര ചെയ്യണം. മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസുകളും ഉണ്ടാക്കാൻ നോക്കണം ലൈഫിൽ. നിങ്ങൾക്ക് അത് ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഓർമ്മയായിട്ടൊക്കെ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ പറയുന്നത് ഞാൻ യാത്ര ചെയ്ത നിമിഷങ്ങളൊക്കെ വന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഒക്കെ എത്ര നാൾ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യാത്ര ചെയ്ത് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ ജീവിച്ച സ്ഥലത്ത് മാത്രം നിങ്ങൾ ഇങ്ങനെ നിന്ന് പഠിച്ചതാക്കുക മാത്രമല്ല, മാക്സിമം നിങ്ങൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. CK വിജയനാണ് നമ്മുടെ കൂടെയുള്ളത്. CK 15ാമത്തെ വയസ്സ് മുതൽ യാത്രകളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. SSLC, ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ ഗ്രൗണ്ടിലോട്ടോ അല്ലെങ്കിൽ 2 വീടിന് അപ്പുറമുള്ള കൂട്ടുകാരികളുടെ വീട്ടിലേക്കോ പോകുമ്പോൾ ഇന്ന സമയത്ത് കൃത്യമായിട്ട് തിരിച്ചു കയറണമെന്ന് കട്ടായം പറയുന്ന വീട്ടുകാരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ഉള്ളത്. അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം പഠിക്കണം, സുരക്ഷിതമായിട്ടിരിക്കണം, അങ്ങനെ ഒരുപാട് ചിന്തകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും മുന്നിലേക്ക് എബിൻ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അവനിപ്പോൾ +1-ലാണ്. അപ്പോൾ പഠനവും ഈ യാത്രയും വീട്ടുകാരെല്ലാം അറിയിച്ചുകൊണ്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര, അത് നമുക്കും പറ്റും എന്നുള്ളൊരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് മുന്നിലേക്ക് എബിൻ നൽകുന്നുണ്ട്. ആ യാത്ര എങ്ങനെയാണ് ഇതൊക്കെ അവൻ പ്ലാൻ ചെയ്തു പോകുന്നത്? ഇതിലേറ്റവും രസം എന്താണെന്ന് കരുതിയാൽ നമ്മുടെ ഇതിൽ അവൻ അവസാനം പറയുന്നൊരു കാര്യമുണ്ടല്ലോ. 17 വയസ്സുള്ളൊരു ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ ഉപദേശമാണ്. പക്ഷേ ആ ഉപദേശത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നമ്മളെക്കാളൊക്കെ ഈ നാടുകളൊക്കെ കണ്ടൊരാൾ എന്നുള്ള രീതിയിലാണ്. ഏതാണ്ട് നേപ്പാളും ഭൂട്ടാനും അടക്കം പിന്നീട് 20 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും അടക്കം, അതായത് മിസോറാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഈ ഭാഗങ്ങളൊക്കെ യാത്ര ചെയ്തിരിക്കുക. പക്ഷേ ഈ 17ാം വയസ്സിൽ അവൻ കൊണ്ടുവന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതാണ് അത്ഭുതപ്പെട്ടു. ഒരു ദിവസം വൈകുന്നേരം ഇവൻ്റെ ഒരു സുഹൃത്തു കൂടി നമ്മുടെ ഓഫീസിൽ വരുന്നു, നേരെ വന്ന് എൻ്റെ മുന്നിലിരിക്കുന്നു.
അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ. ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ്റെ ആ കോൺഫിഡൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു അന്നവൻ ഈ ഓഫീസിലേക്ക് വന്ന് കാണിച്ചത്. ഇതെല്ലാം ചേർന്ന് ഇവൻ്റെ വിവരങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ എഡിറ്റിങ്ങിൽ പോകുമ്പോഴേക്ക് എഡിറ്റിങ്ങിൽ മുരളി പറയുകയാണ്, ഇത് കഴിഞ്ഞല്ലോ ഇവൻ്റെ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു, രാഹുൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ഗുഡ്സ് ഓട്ടോൻ്റെ പിറകിൽ ഇവൻ കയറി ഇരുന്ന് യാത്ര ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഒരു യാത്രയാണ്. ഒരു പ്ലാനും ഇല്ല സത്യം പറയാമെന്ന് വെച്ചാൽ, പോകണം എന്ന് മാത്രം. അവൻ്റെ കയ്യിൽ ഒരു കുറച്ച് ഡ്രസ്സിനെ കുറിച്ച് അവൻ പറയുന്നത് ഏറ്റവും പെട്ടെന്ന് വാഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങുന്നതായിരിക്കണം, വെയിറ്റ് പാടില്ല, ഇങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സ്, പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പെപ്പർ സ്പ്രേ. ഇതാണ് ഏറ്റവും തമാശയുള്ള കാര്യം. എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ പെപ്പർ സ്പ്രേ. ഒരു സ്ഥലത്ത് നിന്ന് അവന് ചെറിയൊരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവൻ പറയുന്നത്. ചില ദിവസം പോലീസ് സ്റ്റേഷനിലാണ് കിടന്നുറങ്ങിയെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അമ്പരപ്പ് ചില്ലറയല്ല. കാരണം എങ്ങനെയാണ് ബാക്കി ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴും എന്താവും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഒരു +2-ന്, ഇപ്പോൾ ജസ്റ്റ് +2 ആയി, +1 ഉള്ള സമയത്താണ് ഈ യാത്ര ചെയ്തത്. അങ്ങനെ ഒരു കുട്ടി തൻ്റെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മറികടന്ന്, സാമ്പത്തികമായി ശേഷിയില്ല, വലിയ രീതിയിലുള്ള സഹായിക്കാൻ ആളില്ല, ഒന്നുമില്ലാതിരുന്നിട്ട് കൂടി 28,000 രൂപ സംഘടിപ്പിക്കുന്നു. അതിലാണ് ഇത്തിരി 80 ദിവസം യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മനസ്സ് വെച്ച് ഇറങ്ങിയാൽ നമുക്ക് ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടിയോ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടിയോ ഒന്നും ഒരു പ്രശ്നമില്ല എന്നുകൂടി ഈ +1 പഠിക്കുന്ന 17 വയസ്സുള്ള ഈ പയ്യൻ നമ്മളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ആ ഉപദേശം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ കറക്റ്റാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ എനിക്കും എന്നോടൊപ്പമുള്ള ആൾക്കാർക്കും എന്നെക്കാളും പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും എല്ലാം ബാധകമായ ഒരു ഗംഭീരമായ ഉപദേശമാണ്. ഞാനത് മനസ്സിൽ സ്വീകരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇത്രയും കണ്ട് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ കൊള്ളാമല്ലോ, എനിക്ക് യാത്ര പോകാലോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോവല്ല വേണ്ടത്. അവൻ പറയുന്ന ഓരോ വാക്കുകളും അവൻ്റെ ലോക പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്രത്തോളം അറിവുകളും അനുഭവങ്ങളും ഈ സമയം കൊണ്ട് ആ 17 വയസ്സുകാരൻ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്ലാനിങ് കൂടെ നോക്കാം. പഠനവും അതോടൊപ്പം തന്നെ യാത്രയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ച് പ്രധാനമാണ് എന്ന് എബിൻ എടുത്തു പറയുന്നുണ്ട്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ശരി CK.